എന്താണ് ഇവിടെ ജോലി ചെയ്യാണോ? അല്ല, പഠിക്കായിരുന്നു. വീട് ഇവിടെയാണ്. എന്താ പഠിക്കുന്നത്? ഞാൻ നേഴ്സിംഗ്. ഇത് കാണാൻ ഇറങ്ങിയതാണോ? ചുമ്മാ കാണാൻ ഇറങ്ങിയതാണ്. ഒരുപാട് പേര് അങ്ങനെ ഇറങ്ങേണ്ടി തോന്നുന്നു അല്ലേ? പിന്നെ എല്ലാവരും കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. സാധാരണ ഇത്തരം ശക്തമായ മഴയൊക്കെ പെയ്യുമ്പോൾ അങ്ങനെ കാണാനൊന്നും ഇറങ്ങരുത് നിർദ്ദേശം കിട്ടാറുണ്ട് സർക്കാരിൻ്റെ. ഇതൊരു നിർദ്ദേശമൊന്നും കിട്ടിയില്ല, നമ്മളറിവ് കിട്ടിയില്ല. ചേട്ടാ, എന്താ സ്ഥിതി ഇവിടുത്തെ മൊത്തത്തിൽ? എല്ലാം അണ്ടർ കൺട്രോളാണ്. വെള്ളം ഇറങ്ങി തുടങ്ങി കേട്ടോ. പാലക്കാർക്ക് ഇത് 7-8 വർഷം കൂടി കിട്ടിയ ഒരു വെള്ളപ്പൊക്കം. ഇത് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഇത് ഈ വെള്ളം എങ്ങനെ പൊങ്ങിയെന്നോ എന്ന് ആർക്കും അറിയത്തില്ല. ഇത് വെളുപ്പിനെയാണ് ഇത് പൊങ്ങി വരുന്നത്, ഈ വെള്ളം വരുന്നത് എങ്ങനെയാണെന്നും ഒരു ഇറങ്ങാൻ തുടങ്ങി വെള്ളം. ഞങ്ങളൊക്കെ വെറുതെ ഇന്നിപ്പോ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാം തീയതി പാലായിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതാണ് പ്രദേശവാസികളൊക്കെ പറയുകയും പുനഃപരിശോധിക്കണതാണ്. അടിയന്തരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അതിനകത്ത്. പി സി വിഷ്ണുനാഥിന്റെ പ്രതികരണമാണ് കണ്ടത്. മാർട്ടിനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മാർട്ടിൻ, പി സി വിഷ്ണുനാഥ് എന്താണ് പറഞ്ഞത്? ഇപ്പോൾ പറഞ്ഞത് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിനുള്ള കൂടുതൽ സജ്ജീകരണങ്ങൾ നടത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ആ ഒരു പ്രശ്നം ഇവിടെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ആന്റണി എംപിയും പി സി വിഷ്ണുനാഥ് അടക്കമുള്ളവർ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ് പി സി വിഷ്ണുനാഥ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും അവർ കൂടുതൽ രൂക്ഷമായ പ്രദേശങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു പോലീസ് ജീപ്പിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലായിരിക്കും കൂടുതൽ വിലയിരുത്തലുകൾ നടക്കുക. എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രശ്നം ഇപ്പോൾ ആറന്മുളയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നം കാരണം ഈ വെള്ളം, അതായത് കോന്നി റാന്നി മേഖലകളിൽ ഉണ്ടായിരുന്ന വെള്ളം വലിയ തോതിൽ ഇങ്ങോട്ട് തള്ളുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു പ്രശ്നം ഇപ്പോൾ ആറന്മുളയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രദേശങ്ങളിലെല്ലാം വലിയ തോതിലുള്ള വെള്ളം